ഹലോ ഗൈസ്, വാഴക്കൊലയല്ലടാ, വാഴയില. ഞാൻ ഈ സാഹസ്യമായിട്ട് ഈ ഇലയൊക്കെ പറിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ടാണ്. ഒരു പൊതിച്ചോറല്ല, 2 പൊതിച്ചോറ് ഉണ്ടാക്കണേ നമുക്ക്. ഈ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടാന ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ വണ്ടാന ആശുപത്രിയിലേക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലായ്പ്പോഴത്തെയും പോലെയല്ല, ഇപ്രാവശ്യം പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് വെച്ചാൽ എനിക്കൊരു ടാസ്ക് ആയിരുന്നു. കാരണം ആരുമില്ല, ഞാനും ഏട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ തന്നെ അലാറം വെച്ച് എഴുന്നേറ്റ് കേട്ടോ. കാരണം 9 മണിയാകുമ്പോൾ പൊതിച്ചോറ് കളക്ട് ചെയ്യാൻ ആൾ വരും. നമ്മൾ ഈ പൊതിയുന്ന പൊതിച്ചോറ് ആൾക്കാർ കഴിക്കുവോ അതോ വേസ്റ്റ് ബിന്നിലോട്ട് പോകുമോ എന്നായിരുന്നു എൻ്റെ സംശയം. സംശയത്തിനൊരു കാരണമുണ്ട്. വണ്ടാനാശുപത്രിയിൽ എൻ്റെ അച്ഛൻ അഡ്മിറ്റ് ആയിരുന്നപ്പോഴത്തേക്കും ഞങ്ങളും ഇത് കണക്ക് ഇവരുടെ പൊതിച്ചോറ് വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് ഞാൻ അവിടെ കണ്ട ഒരു കാഴ്ച കേട്ടോ. അധികം ബോറടിപ്പിക്കുന്നില്ല, ചുരുക്കി പറയാം. ഇത് കണക്ക് ഞങ്ങൾ പൊതിച്ചോറൊക്കെ വാങ്ങി ഇതേ വരാന്തയിൽ ഇരുന്ന് ചോറുണ്ണുവാണ്. അപ്പം നമ്മുടെ തൊട്ടടുത്തിരുന്നത് ചേച്ചി പൊതിച്ചോറ് തുറക്കുന്നതും കണ്ടു. അതൊന്ന് നോക്കിയിട്ട് മുഖം ചുളിച്ചിട്ട് അതേപോലെ മടക്കി നേരെ നടന്നുപോയി വേസ്റ്റ് ബിന്നിൽ കളയുന്നതും കണ്ട്. എന്താ ചേച്ചി, ചോറ് കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ മറുപടിയാണ്, ഓ ഇത് റേഷൻ അരി ചോറാ, ഞാൻ റേഷൻ അരി ചോറ് കഴിക്കാറില്ല. പിന്നെ ഇതിലെ കറി അതെനിക്ക് ഇഷ്ടമില്ലാത്തതാ. എന്തുവാ അല്ലേ ആൾക്കാരുടെ മൈൻഡ്. എല്ലാവരും ഒരേ സാമ്പത്തിക സ്ഥിതി ഉള്ളവരാകണമെന്നില്ലല്ലോ. വിശന്നിരിക്കുന്ന വയറിന് ഒരു നേരത്തെ ആഹാരം, അത് കൊടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലുത്. തനിക്കുള്ളതിൽ നിന്ന് ഒരു പങ്ക്, റേഷനരി ചോറാണേലും വീട്ടിലുള്ള കറിയാണേലും ആ വീട്ടുകാർ തന്ന പൊതിച്ചോറ് ചേച്ചി വേസ്റ്റ് ബിന്നിൽ ഇട്ടപ്പോഴത്തേക്ക് ശരിക്കും ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. എല്ലാവരും ചേച്ചിയെ പോലെ ആകണമെന്നില്ല കേട്ടോ. മത്തി വറുത്തത്, കരിമീൻ വറുത്തത്, പയറ് മെഴുക്കുവരട്ടി, അച്ചാറ്, മുട്ട വറുത്തത്, രസം, തൈര്, അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ എന്റെ പൊതിച്ചോറിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഓക്കെ, ബൈ.